അടുത്ത കാലത്ത് തിയേറ്ററുകളിൽ എത്തിയ മോഹിനിയാട്ടം എന്ന സിനിമ കണ്ട മലയാളിക്ക് താരസംഘടനയായ അമ്മയിൽ ഇപ്പോൾ നടക്കുന്ന ആഭ്യന്തര കലഹങ്ങൾ കാണുമ്പോൾ ഒട്ടും അപരിചിതത്വം തോന്നാനിടയില്ല. അഴിമതിക്കാർ തങ്ങളുടെ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നതും വലിയ തുകകൾ എറിഞ്ഞ് സിനിമാ താരങ്ങളെ അവിടെ എത്തിച്ച് ക്ഷേത്രത്തിന് വലിയ പെരുമയുണ്ടാക്കാൻ ശ്രമിക്കുന്നതുമായിരുന്നു ആ ചിത്രത്തിന്റെ ഇതിവൃത്തം. അഴിമതി പണം ക്ഷേത്ര സംഭാവനയായി സ്വീകരിക്കുന്നതും വലിയ വിശ്വാസ പെരുമ ചമയുന്നതുമെല്ലാം സിനിമയിൽ നാം കണ്ടതാണ്. ഇപ്പോൾ അമ്മയുടെ കുടുംബമേളയ്ക്ക് ദല്ലാൾ നന്ദകുമാർ പ്രസിഡന്റായ വെണ്ണല തൈക്കാട്ട് മഹാദേവ ക്ഷേത്രം 75 ലക്ഷം രൂപ സ്പോൺസർഷിപ്പ് നൽകിയെന്ന വാർത്ത വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് മോഹിനിയാട്ടം സിനിമയെയാണ്. എന്നാൽ ആ സിനിമയുമായി ഈ ക്ഷേത്രത്തിന് ബന്ധമൊന്നുമില്ല. തീർത്തും വിശ്വാസ പെരുമയിൽ അധിഷ്ഠിതമാണ് ദല്ലാൾ നന്ദകുമാറിന്റെ വെണ്ണലയിലെ ക്ഷേത്രം. പക്ഷേ സംഭവം കേട്ട പലരും ചിന്തിക്കുന്നത് മോഹിനിയാട്ടം സിനിമയെക്കുറിച്ചാണ്. വാർത്തകൾ സൂചിപ്പിക്കുന്നത് അനുസരിച്ച് അമ്മയുടെ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനും ദല്ലാൾ നന്ദകുമാറും ചേർന്നാണ് ഈ വിവാദ കരാർ ഉണ്ടാക്കിയിരിക്കുന്നത്. സംഘടനയെ ക്ഷേത്രവുമായി ബന്ധിപ്പിക്കുന്നതിനും ഈ ഭീമമായ തുക സ്പോൺസർഷിപ്പായി കൈപ്പറ്റുന്നതിനും പ്രസിഡന്റ് ശ്വേതാ മേനോൻ മുൻകൈ എടുത്തു എന്നാണ് ആരോപണം. സിനിമയിൽ കണ്ടതുപോലെ തന്നെ താരപ്പകിട്ടിലൂടെ ക്ഷേത്രത്തിന്റെ പെരുമ നാടാകെ എത്തിക്കുക എന്ന കൃത്യമായ അജണ്ടയോടെയാണ് ദല്ലാൾ നന്ദകുമാറിന്റെ നേതൃത്വത്തിലുള്ള ക്ഷേത്ര കമ്മിറ്റി ഈ നീക്കം നടത്തിയത്. ഫെബ്രുവരി 14 നടന്ന കുടുംബമേളയ്ക്കായി 30 ലക്ഷം രൂപ മുൻകൂറായി നൽകുകയും ചെയ്തു. കോടികളുടെ സാമ്പത്തിക ഇടപാടുകളും സ്പോൺസർഷിപ്പുകളും ഒരു മതേതര കലാസംഘടനയ്ക്കുള്ളിൽ വലിയ തോതിലുള്ള ചേരിതിരിവിനും ആഭ്യന്തര കലഹത്തിനുമാണ് വഴി തുറന്നിരിക്കുന്നത്. ഈ സ്പോൺസർഷിപ്പ് കരാറിനെ നടി അൻസിബ ഹസൻ ശക്തമായി എതിർത്തതോടെയാണ് അമ്മയ്ക്കുള്ളിൽ തർക്കം രൂക്ഷമായത്.